ഞാൻ നിങ്ങൾക്ക് ഒരു റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന സിമ്പിൾ ഹംബിൾ ടേസ്റ്റി ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളി കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സിയിൽ അടിച്ചെടുത്തു. പിന്നെ നമ്മുടെ മസാലകൾ, പിന്നെ കുറച്ച് സ്പൈസസ്, നെയ്യ്, കാഷ്യൂ, മുന്തിരി, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഉള്ളി അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ് ബിരിയാണിയിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ. അങ്ങനെ ഉള്ളി കുനുകുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. അത്യാവശ്യം കുറച്ച് അധികം ഉള്ളി വേണം കേട്ടോ. അങ്ങനെ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു കേട്ടോ. ഈ വഴറ്റിയെടുക്കുന്ന ഉള്ളിയാണ് ഈ ഉള്ളി, ഇതിനെന്തോ ഒരു പേരുണ്ടായിരുന്നു, ഈ വഴറ്റിയെടുത്ത് വറുത്തെടുക്കുന്ന ഉള്ളിക്ക്. ആ ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ ബിരിയാണീൻ്റെ ഏറ്റവും ടേസ്റ്റ് തരുന്ന ഒരു പ്രധാന ഘടകം. അങ്ങനെ ഉള്ളിയൊക്കെ വറുത്തെടുത്തു. പിന്നെ ഞാൻ ആ ചീനച്ചട്ടി അങ്ങോട്ട് മാറ്റി നമ്മൾ മസാല ഉണ്ടാക്കാൻ പോകുന്ന ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ടോ. കുറച്ച് വട്ടമുള്ള പാത്രത്തിൽ ബിരിയാണി ഉണ്ടാക്കുന്നതാണ്, മസാല ഉണ്ടാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമ്മുടെ ഉള്ളി വറുത്ത ബാക്കി വെളിച്ചെണ്ണല്ലേ, അതും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഒരു ടേസ്റ്റ്. പിന്നെ നമ്മൾ പച്ച ഉള്ളി കുറച്ച് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനകത്തേക്ക് തക്കാളിയും നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, ജിഞ്ചർ ഗാർലിക് പ്ലസ് പച്ചമുളക് ഇതെല്ലാം കൂടി അരച്ചതും കൂടെ നന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. തക്കാളി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഒരു 2-3 മിനിറ്റ് അടച്ച് വേവിക്കണം. അപ്പോഴാണ് ആ തക്കാളീൻ്റെ സ്വാദ് ഉണ്ടാവുള്ളൂ. ഇത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ആ വറുത്ത് വെച്ച ഉള്ളിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് തൈര്, മിൽക്കി മിക്സിന്റെ തൈരാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടെ ബിരിയാണിയിൽ നല്ലതായിട്ട് തോന്നി. കാരണം അധികം പുളി ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ പുതിന, മല്ലിയിലൊക്കെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഞെമണ്ടി പിഴിഞ്ഞ് അതിനകത്ത് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ മസാലകൾ, മുളക് പൊടി, മഞ്ഞപ്പൊടി, മറ്റേ ഗരം മസാല, പിന്നെ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ബിരിയാണി മസാല ഇല്ലെങ്കിലും അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. തീരെ വെള്ളം ഒഴിക്കണ്ട കേട്ടോ, കാരണം ഓൾറെഡി ചിക്കനിൽ വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഇറങ്ങിയിട്ട് ചിക്കൻ അതിൽ കിടന്ന് വെന്തോളൂ കേട്ടോ. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വേവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല റെഡി ആവും കേട്ടോ. ഇടയ്ക്ക് കരിയാതെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണം. അപ്പോഴേക്ക് ഞാൻ പുതിന ചട്നി ഉണ്ടാക്കാൻ പോയിട്ടോ. ചട്നിയല്ല, ചമ്മന്തി. അപ്പോൾ കുറച്ച് തേങ്ങയും നമ്മുടെ പുതിനേൻ്റെ ഇലയും കുറച്ച് പച്ചമുളകും എടുത്തു. എന്നിട്ട് മിക്സിയിലിട്ട് കുറച്ച് തൈര് ഒഴിച്ച് മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ടു. ഞാനൊരു വീഡിയോയിൽ കണ്ടാണ് നമ്മൾ ഇല മിക്സിയിലിട്ട് അടിക്കുകയോ അമ്മിയിലിട്ട് അരയ്ക്കുകയൊക്കെ ചെയ്യുമ്പം ഉപ്പ് കൂട്ടിയിട്ട് അരയ്ക്കണം. അല്ലെങ്കിൽ ആ ഒരു ഇല, ഏത് ഇലയാണെങ്കിലും ആ ഒരു ഇലേൻ്റെ പച്ചച്ചൊവ ഉണ്ടാവും എന്നുള്ളത്. ഉപ്പ് കൂട്ടി അരച്ചിട്ടുണ്ടെങ്കിൽ ആ പച്ചച്ചവ നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ കണ്ടിരുന്നു. എനിക്ക് ശരിയായിട്ട് തോന്നിയൊരു റെസിപ്പിയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ നന്നായിട്ട് മിക്സിയിൽ നിന്ന് അരച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുതിന ചമ്മന്തി റെഡിയായി. പുതിന ചമ്മന്തിയും സാലഡും ഇല്ലാതെ ഒരു ബിരിയാണി കഴിക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. മാത്രമല്ല പുതിന വയറിന് നല്ലതാണ്, ദഹനം പെട്ടെന്ന് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.